വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. യെസ്, ഇറ്റ്സ് മീ അഖില. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ EVS പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ EVSൽ ഇതാ മാംഗോസ് റൗണ്ട് ദ ഇയർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അത് മാത്രമല്ല നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇതാ നമ്മുടെ ഈ ഒരു ചാനലിൽ നടക്കുന്നുണ്ട് അല്ലേ, നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ EVSൽ ഇനി മക്കൾക്ക് ആവശ്യമുള്ളത് ഇന്നൊരു ചാപ്റ്റർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടേക്കാം, മിസ് നോക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലൈവ് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അത് സെറ്റാക്കാനായിട്ട് പറ്റും. സോ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണ് അല്ലേ, നമുക്കൊരു എക്സാം ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് തോന്നും ഈ ചാപ്റ്റർ ഒന്നുകൂടെ അറിയെങ്കിൽ നല്ലതാണെന്നൊക്കെ. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൻ്റെ പേരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതാ നമുക്ക് നോക്കാം അല്ലേ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ലുക്ക് ഇൻ യുവർ കിച്ചൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് ക്യാൻ ഗെറ്റ് സ്പോയിൽഡ് ഇൻ 2-3 ഡേയ്സ് അല്ലേ. അതായത് എന്താണ്, നമ്മുടെ കിച്ചണിൽ നോക്കിയിട്ട് അവിടെ 2-3 ദിവസം കൊണ്ട് കേടായി പോകുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ. ആ ഫുഡ് ഐറ്റംസിൻ്റെ പേര് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ആലോചിച്ചാലേ, നമ്മളിപ്പോൾ കിച്ചണിൽ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ എന്താണ് ഒരുപാട് കാലം എന്ത് ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കാണാം. ചില ആളുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ എന്താവാറുണ്ട്, കേടാവാറുണ്ട്. ചില ആളുകൾ എന്താണ് 1 or 2 വീക്സ് അത് എന്ത് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അല്ലേ, ഏതൊക്കെയാണ് 2-3 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബോയിൽഡ് റൈസ്, കറീസ് ആൻഡ് ബ്രെഡ് ഒക്കെ എന്താണ് 2-3 ദിവസം കൊണ്ട് തന്നെ എന്താവാറുണ്ട്, കേടായിട്ട് പോവാറുണ്ട് അല്ലേ. അതാണ് നമ്മൾ ആൻസർ കൊടുത്തത്. അപ്പോൾ അടുത്ത എന്താണ്, ക്യാൻ ബി കെപ്റ്റ് ഫോർ എ വീക്ക്, ഒരാഴ്ച, ഒരു വീക്കൊക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ പറയുന്നത് ഒനിയൻസ്, പൊട്ടറ്റോസ് ആൻഡ് ക്യാരറ്റ്സ് ഒക്കെ. നമുക്കറിയാം ഒനിയൻസും പൊട്ടറ്റോസും ക്യാരറ്റ്സും ഒക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മേടിച്ച ദിവസം തന്നെ അത് നമ്മൾ യൂസ് ചെയ്ത് തീർക്കാറൊന്നും ഇല്ല അല്ലേ, കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്യാറൊന്നും ഇല്ല. നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ട് 2-3 ദിവസം അല്ലെങ്കിൽ എന്താണ് 1 വീക്ക് വരെ അത് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു, 1 വീക്ക് ആയാലും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. സോ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ അതിനെ ലിസ്റ്റ് ചെയ്തു. കുറച്ച് എണ്ണത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, വുഡ് നോട്ട് സ്പോയിൽ ടിൽ 1 month, നമ്മളിങ്ങനെ എന്താണ് ഒരു മാസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മളുടെ ഗീ അല്ലെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പിക്കിൾ, ഗ്രെയിൻസ് അല്ലേ, നമ്മുടെ എന്താണ് റോ റൈസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ബോയിൽഡ് റൈസ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 month ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമ്മളെടുത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിൽ യുവർ ലിസ്റ്റ് ബി ദ സെയിം ഇൻ ഓൾ സീസൺ അല്ലേ. അതൊന്ന് ഓർത്ത് വയ്ക്കണം, എല്ലാ സീസണിലും നിങ്ങളുടെ ഈ ഒരു ലിസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ചോദിച്ചത്. എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം, നമുക്കറിയാം അല്ലേ, സീസൺസ് മാറുന്നതിനനുസരിച്ച്, നമ്മുടെ സീസൺസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. നിങ്ങളൊന്ന് കിച്ചൺ അടിച്ചു പെറുക്കിയാൽ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്, based on different season the list changes അല്ലേ. during summers green leafy vegetables may get spoiled in a day due to dryness. നമ്മളോട് പറയാണ് സമ്മർ സീസൺ ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഡ്രൈനെസ്സും ഉണ്ട്. അത് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് തന്നെ കേട് വരാനുള്ള, നമുക്കത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാറില്ല, ഒരു ഡേയിൽ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാറില്ല എന്ന് പറയാണ്. എന്നാൽ നമ്മൾ വിന്റേഴ്സിലെ കാര്യം നോക്കുകയാണെങ്കിലോ, വിന്റർ സീസൺ ഉണ്ടാവുമല്ലോ, വിന്റർ സീസണിൽ അത് എന്ത് ചെയ്യത്തില്ല, അത് ചിലപ്പോൾ 3 ഡേയ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ നിൽക്കും. കാരണം ആ സമയത്ത് കുറച്ച് എന്താണ് കൂൾ ഉണ്ടായിരിക്കും അല്ലേ, ഒരു കൂളിംഗ് എഫക്റ്റ് അതിന് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടല്ലേ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേപോലെ തന്നെ വിന്റർ സീസൺ ആവുന്ന സമയത്ത് നമ്മുടെ എന്താണ് ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള ഒരു കൂളിംഗ് എഫക്റ്റും ഉണ്ട്. ഇത് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, നമുക്ക് കുറച്ചുകൂടെ ദിവസം അത് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ എന്താണ് റെയിനി സീസൺ, നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യാറുണ്ട്, കുറച്ചും കൂടെ അധികം, ചിലപ്പോൾ 3 ഡേയ്സിലും കൂടുതൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസിനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം അവിടെ മോയ്സ്ചർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പെട്ടെന്നൊന്നും അത് എന്ത് ചെയ്യുന്നില്ല, കേട് വരുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ ആ ഒരു ഇൻഫറൻസ് എന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള നമ്മുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സീസണിലും എന്തല്ല നമ്മൾ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരേപോലെ അല്ല എന്നുള്ള ആ ഒരു പോയിന്റ് മക്കൾ എല്ലാവരും ഇവിടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്, വാട്ട് ക്യാൻ വി നോ ഫ്രം വാട്ട് ഈസ് റിട്ടൺ ഓൺ ദ പാക്കറ്റ്. എന്താ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മളിതാ കടയിൽ പോയിട്ട് ഒരു ബ്രെഡ് മേടിക്കുകയാണെന്ന് വിചാരിക്കുക. ആ ബ്രെഡിനകത്ത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ബ്രെഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, മക്കൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് നോക്കുക, അതിൻ്റെ പാക്ക് ഒന്ന് കൃത്യമായിട്ടല്ലേ ആയിട്ട് നമ്മൾ പറയാറില്ലേ, ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. അപ്പോൾ ആ പാക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ആ പാക്ക് ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഒരു ഫുഡ് പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക്? യെസ്, നമുക്ക് എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റും. എക്സ്പയറി ഡേറ്റ് അല്ലേ, അതായത് നമ്മളോട് പറയും യെസ് ഇത്ര ലാസ്റ്റ് ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തല്ല എക്സ്പയർഡ് ആയത് അല്ലേ, പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഫുഡ് ഐറ്റം നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല എന്നാണ്. അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായിരിക്കും, മാനുഫാക്ചർ ഡേറ്റ് ഉണ്ടായിരിക്കും, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുണ്ടായിരിക്കും അതിനകത്തുള്ള, അതുപോലെ എന്തൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ പ്രൈസും അതിൻ്റെ നെറ്റ് വെയിറ്റും. ഇതൊക്കെ എല്ലാ പാക്കറ്റിലും എല്ലാ ഫുഡിൻ്റെ പാക്കറ്റിലും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്താണ് കാണുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് കേട്ടോ, നമ്മൾ എന്ത് ചെയ്യാണ്, യെസ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം മേടിക്കുകയാണ്, ഒരു ഫുഡ് ഐറ്റം മേടിക്കുകയാണ്, ഒരു പാക്കറ്റ് ഫുഡ് മേടിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ ഇതാ എന്തൊക്കെ ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, മാനുഫാക്ചർ ഡേറ്റ് ഉണ്ടാവും, ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും, ആ ഫുഡിൻ്റെ പ്രൈസും ആ ഫുഡിൻ്റെ നെറ്റ് വെയിറ്റും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ആ ഒരു ഹെൽത്തി ബോഡിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് ഇതിനകത്ത് നമ്മൾ മസ്റ്റായിട്ടും നോക്കേണ്ട ആൾ ആരാന്നാ ചോദിക്കുന്നത്. അതാരാണ്? യെസ്, നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മളുടെ എന്താണ് മാനുഫാക്ചർ ഡേറ്റും നമ്മുടെ എക്സ്പയറി ഡേറ്റും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള അല്ലെ എക്സ്പയർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ ഡെഫിനറ്റ്ലി നിങ്ങളിത് ശ്രദ്ധിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. അപ്പോൾ മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട, ലൈവ് ക്ലാസ്സിൽ നമുക്ക് വേണ്ട EVS ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.